അഭിജിത്തെ, ദിയയ്ക്ക് പെൺകുഞ്ഞായിരിക്കും ആൺകുട്ടിയായിരിക്കും? സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ദിയയുടെ വളക്കാപ്പിന് ഞാനെടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സോ ആദ്യം തന്നെ പറയണമല്ലോ, അവിടുത്തെ ഒരു ഔട്ട്ഡോർ വർക്ക് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് പ്ലസൻറ്റ് എന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു വർക്കായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ ദിയ വന്നിട്ട് നമ്മുടെ അശ്വിൻ കൈപിടിച്ച് കയറ്റുന്നതായിരുന്നു. ശേഷം ഇവിടെ ഒരുപാട് കലാപരിപാടികളും കാര്യങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ GDC ക്രൂവിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ശേഷം നമ്മുടെ അഹാദിഷിക്കയുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അവർ 4 പേരും കൂടെ ആ ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മീനമ്മയുടെ, നമ്മുടെ അശ്വിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. അതും ഒരു തമിഴ് ടച്ചിൻ്റെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി നല്ല കോർഡിനേഷനോടുകൂടി തന്നെ ഡാൻസ് കളിച്ചു. നല്ല രസമായിട്ടുണ്ടായിരുന്നു. അത് ആസ്വദിക്കുന്ന നമ്മുടെ അശ്വിനെയും ദിയകൃഷ്ണയെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ആയിരുന്നു അവിടെ കാണാൻ പറ്റിയത്. ഫാമിലി ഫോട്ടോസും ഫ്രണ്ട്സ് ഫോട്ടോസും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടേണിന് വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഗൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഡാൻസ് പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ സെക്ഷനിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫോട്ടോ സെക്ഷൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പകരം പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. നോൺ വെജും വെജും ഉണ്ടായിരുന്നു. നോൺ വെജാണ് ഒബ്വിയസ്ലി ഞങ്ങൾ ചൂസ് ചെയ്തത്. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മട്ടൻ ബിരിയാണി ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടത്, കാരണം ഞാനൊരു മട്ടൻ ലവറാണ്. സോ ഞങ്ങൾ ഫുഡെല്ലാം നന്നായിട്ട് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ദിയ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കായി. അതിൽ ഒരു തട്ടുണ്ടായിരുന്നു, ഒരു ടിന്നുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു ഗെയിം കളിച്ചു. ദിയയ്ക്ക് പെൺകുഞ്ഞായിരിക്കും ആൺകുട്ടിയായിരിക്കും? പറയേ, വെറുതെ പറയേ നിന്റെ ഒരു അസംഷൻ. എന്നാലും ആൺകുട്ടിയായിരിക്കും. ആൺകുട്ടിയാ പെൺകുട്ടിയാ? പെൺകുട്ടിയായിരിക്കും. ഗേൾ. ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും? പെൺകുട്ടി. അങ്ങനെ ഞങ്ങൾ 5 പേരോട് ചോദിച്ചപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ DJ ഒക്കെ സ്റ്റാർട്ടാകാൻ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരോടൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റിയില്ല. പിന്നീട് നമ്മുടെ ദിയയുടെ മറ്റു ഫ്രണ്ട്സും അഹാന ചേച്ചിയുടെ ഫ്രണ്ട്സ്, ഹൻസിക, ഇഷാനി, എല്ലാവരുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് നമ്മളൊരു നല്ലൊരു ഗെറ്റ് ടുഗദർ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നല്ലൊരു DJ ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വൈബ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളെല്ലാവരും ദിയയുടെയും അശ്വിൻ്റെയും കുഞ്ഞിന് വേണ്ടി നമ്മൾ ചെറിയൊരു കാത്തിരിപ്പിലാണ്. സോ ആ ഒരു കാത്തിരിപ്പ് തീരുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രഡിക്ഷൻ, നമ്മുടെ ദിയയുടെ കുഞ്ഞു ഈസ് എ ഗേൾ ഓർ ബോയ്, എന്തെങ്കിലും ഒരു പ്രഡിക്ഷനോ അസംഷനോ നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും. ടിൽ ദെൻ ബൈ.